ഹായ് എവറി വൺ, സെൻറ്റസി ഇലക്ട്രിക്കലിലെ പുതിയൊരു ക്വസ്റ്റ്യൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻ സീരീസ് ഒക്കെ ആയി. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫോളോ അപ്പ് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റുകൾ വരുമ്പോൾ നമ്മൾ പഴയത് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പഴയ കണ്ടൻറ്റ്സ്, അതായത് മുന്നേ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തുകൂടെ നോക്കണം, കേട്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മൊഡ്യൂൾ 1 പോർഷനാണ്. കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വയേഴ്സ് ആൻഡ് കേബിൾസ് ആണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. അപ്പോൾ വയേഴ്സ് എന്താണ്, കേബിൾസ് എന്താണെന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ വയർ ഈസ് ഡിഫൈൻഡ് ആസ്. ഒരു വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2 or more കണ്ടക്ടേഴ്സ്, ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ സിംഗിൾ കണ്ടക്ടർ, ആൻഡ് തേർഡ് വൺ 3 ഇൻസുലേറ്റഡ് കണ്ടക്ടർ, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ കണ്ടക്ടർ വിത്ത് ആർമർ. ഓക്കെ, നമ്മുടെ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. എ സിംഗിൾ കണ്ടക്ടർ ആയിരിക്കും. ഒരു സിംഗിൾ കണ്ടക്ടറിലൂടെ നമ്മൾ മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരിക്കും കണ്ടക്ടർ? നമ്മൾ കണ്ടക്ടറും ഇൻസുലേറ്ററും ഒക്കെ മുന്നേ നമ്മൾ നോക്കിയതാണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്നവയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന അതായത് വയേഴ്സിലോ കേബിൾസിലോ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം കണ്ടക്ടേഴ്സ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിലും അലുമിനിയത്തിലും കോപ്പറിലും കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ കോപ്പർ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കോപ്പറിനെക്കാളും വില കൂടുതലാണ് അലുമിനിയം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൗസ് വയറിങ്ങിനൊക്കെ നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻ എ നോക്കാം, 2 or more കണ്ടക്ടേഴ്സ്. ഈ 2 or more കണ്ടക്ടേഴ്സ് ഉള്ളത് നമ്മുടെ ആർക്കാണ്? കേബിൾസിനാണ് നമുക്ക് 2 or more കണ്ടക്ടേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ 3 ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സും അത് നമുക്ക് കേബിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ഡി ദ കണ്ടക്ടർ വിത്ത് ആർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ലെയറിൻ്റെ പേരാണ് ആർമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് എ സിംഗിൾ കണ്ടക്ടർ. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഓപ്ഷൻ ബി എ സിംഗിൾ കണ്ടക്ടർ. എ വയർ ഈസ് എ സിംഗിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടർ യൂഷ്വലി മെയ്ഡ് ഓഫ് കോപ്പർ ഓർ അലുമിനിയം. കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്, ഒരു കണ്ടക്ടറിനെ ഉണ്ടാക്കുന്നത്. ഇറ്റ് മേ ബി ബെയർ ഓർ കവേർഡ് വിത്ത് ഇൻസുലേഷൻ. ഇതിന് ചുറ്റും നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഇൻസുലേഷൻ കവറിങ് കൊടുക്കും. അത് പലതരം ഇൻസുലേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വയേഴ്സ് ആർ യൂസ്ഡ് ടു ക്യാരി ഇലക്ട്രിക് കറണ്ട് ഫ്രം വൺ പോയിന്റ് ടു അനദർ. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എ കേബിൾ ഈസ്. ഒരു കേബിൾ എന്താണെന്നാണ് നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എ ബെയർ കണ്ടക്ടർ ആണോ, എ സിംഗിൾ കണ്ടക്ടർ ഓൺലി ആണോ, 1 or more ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ലേഡ് ടുഗദർ ആണോ, എ സ്റ്റീൽ വയർ ആണോ? എന്തായാലും ഫസ്റ്റ് 2 ഓപ്ഷനും ആയിരിക്കത്തില്ല. നമ്മുടെ ഓപ്ഷൻ സി ഒന്ന് നോക്കാം. 1 or more ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ലേഡ് ടുഗദർ. ഒന്നോ അതിലധികമോ എന്താണ് കണ്ടക്ടേഴ്സ് കൂടി ചേർന്നതാണ്, ഇൻസുലേറ്റ് ചെയ്ത സാധനം കൂടി ചേർന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1 or more ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ലേഡ് ടുഗദർ. എ കേബിൾ കൺസിസ്റ്റ് ഓഫ് 1 or more ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് എൻക്ലോസ്ഡ് ടുഗദർ വിത്ത് ഓർ വിത്തൗട്ട് ആൻഡ് ഔട്ടർ പ്രൊട്ടക്റ്റീവ് ഷീറ്റ്. അതായത് നമ്മൾ പ്രൊട്ടക്റ്റീവ്, ഇപ്പം നമ്മൾ ഇൻസുലേഷൻ കൊടുക്കാതെ തന്നെ അതിന് കേബിളിന് നമ്മൾ കുറേ പ്രൊട്ടക്ഷൻ ലെയർ അതിന് പുറത്ത് കൊടുക്കാറുണ്ട്. അത് കൊടുക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം, കേബിള് ചെയ്യാൻ പറ്റും. അപ്പോൾ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or more ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ലേഡ് ടുഗദർ. വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരൊറ്റ സിംഗിൾ കണ്ടക്ടർ മാത്രമേ, സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ വയേഴ്സ് എന്നും, ഒന്നോ അതിൽ കൂടുതലോ നമ്മൾ എന്താണ് കണ്ടക്ടേഴ്സിനെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കേബിൾ എന്നും പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 19 bar 2.4 കേബിൾ ദ നമ്പർ ഓഫ് 2.24 സ്റ്റാൻഡ്സ് ഫോർ. അതായത് ഒരു കേബിളിൻ്റെ നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ 19 എന്താണ്, 2.24 എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്നിവിടെ മാറ്റി എഴുതാം. 19 bar 2.24. ഓക്കെ, ഈ 19 എന്ന് പറയുന്നത് നമ്മൾ കുറേ കണ്ടക്ടേഴ്സ്, അതായത് ഒന്നോ അതിൽ കൂടുതലോ കണ്ടക്ടേഴ്സ് ചേർത്ത് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2.4 എന്ന് പറയുന്നത് ഡയമീറ്ററിനെയാണ് നമ്മൾ 2.4 എന്ന് പറയുന്നത്.
ഓക്കെ, 2.24 എന്ന് പറയുന്നത് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ 19 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു കേബിളിൽ 19 സ്ട്രാൻഡ്സ് ഉണ്ട്. ഈ 19 സ്ട്രാൻഡ്സിൽ ഒരു സ്ട്രാൻഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.4 ആയിരിക്കും. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡയമീറ്റർ ഓഫ് ഈച്ച് സ്ട്രാൻഡ് ഇൻ മില്ലിമീറ്ററിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓരോ സ്ട്രാൻഡിൻ്റെയും ഡയമീറ്ററിനെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഈ നമ്പർ ഓഫ് സ്ട്രാൻഡ് എന്ന് പറയുന്നതാണ് ഈ 19 അല്ലെങ്കിൽ 19 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡയമീറ്റർ ഓഫ് ഈച്ച് സ്ട്രാൻഡ് ഇൻ മില്ലിമീറ്റർ. ഇനി ദ നൊട്ടേഷൻ 19/2.24 മീൻസ് 19 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ ദ കണ്ടക്ടർ. എത്ര കണ്ടക്ടറിൻ്റെ ഷീറ്റ്സ് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഉണ്ട് എന്നുള്ളതാണ് 19 പറയുന്നത്. 2.24 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ സ്ട്രാൻഡ്. ഓരോ സ്ട്രാൻഡിൻ്റെയും ഡയമീറ്ററിനെയാണ് നമ്മൾ 2.24 എന്ന് പറയുന്നത്. സോ എ 19/2.24 കേബിൾ കൺസിസ്റ്റ് ഓഫ് 19 സ്ട്രാൻഡ്സ് ഈച്ച് ഹാവിങ് എ ഡയമീറ്റർ ഓഫ് 2.24. ഈ 2.24ന് പകരം 0.6 എന്നാണ് വന്നെങ്കിൽ 0.6 ആയിരിക്കും ഓരോ സ്ട്രാൻഡിൻ്റെയും വയർ. ഇവിടെ ഇനി 19ന് പകരം 20 ആണ് വന്നെങ്കിലോ 20 സ്ട്രാൻഡ്സ് ആയിരിക്കും ആ കേബിളിൽ ഉണ്ടായിരിക്കുക. ഓർത്ത് വെച്ചേക്കുക, ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഈ വയേഴ്സ് ആൻഡ് കേബിൾസിൽ നിന്ന് 1-2 മാർക്കിന് ചോദിക്കത്തുള്ളൂ, പക്ഷേ നല്ല ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ ഫോക്കസ് ചെയ്ത് തന്നെ നോക്കുക. എവിടുന്നെങ്കിലും, അതായത് നമ്മൾ ജസ്റ്റ് കേട്ടിരുന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോർഷനാണ് കേബിൾസും വയേഴ്സും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക, ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യാം. മിക്കവാറും ഉണ്ടാവാറുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ലെക്കിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് പോകരുത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്ക്വയറൽ ഈസ് എ കോഡ് വേർഡ് ഓഫ് എ വൺ ടൈപ്പ് ഓഫ്. എന്തിലെയാണ് നമ്മൾ സ്ക്വയറൽ എന്ന് ഉള്ള കോഡ് കൊണ്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ACSR കണ്ടക്ടറിലാണോ, SLP കേബിളാണോ, PVC കേബിളാണോ, AAC കണ്ടക്ടറാണോ? ഇതിൽ കേബിളിലാണോ കണ്ടക്ടറിനെയാണോ നമ്മൾ സ്ക്വയറൽ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പേര് വെച്ചിട്ട് ഒരു കോഡ് വേർഡ് പോലെ കൊടുക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ACSR കണ്ടക്ടർ. ഓക്കെ, ACSR കണ്ടക്ടേഴ്സിനാണ് നമ്മളിങ്ങനെ അതായത് അതിൻ്റെ കണ്ടക്ടേഴ്സിൻ്റെ നമ്പറിനനുസരിച്ചിട്ട് നമ്മൾ അനിമൽസിൻ്റെ നെയിം കൊടുക്കും. ഡോഗ് എന്നും അതേപോലെ തന്നെ റാബിറ്റ് എന്നും പല വേർഡ്സും നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്ക്വയറൽ എന്ന് പറയുന്നത് ACSR കണ്ടക്ടറിനെയാണ്. അതിൻ്റെ കണ്ടക്ടറിൻ്റെ നമ്പേഴ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഓരോ അനിമലിൻ്റെ നെയിം കൊടുക്കുന്നത്. ബാക്കി ഒന്നിനും നമ്മൾ എന്ത് കൊടുക്കാറില്ല, നെയിംസ് കൊടുക്കാറില്ല. ഈ SLPA എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളിത്തീനാണ്, പോളിയെതിലിനാണ്. ക്രോസ് ലിങ്ക്ഡ് പോളിയെതിലിനെയാണ് നമ്മൾ SLP കേബിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. PVC കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിവിനൈൽ ക്ലോറൈഡ്. ഈ പോളിവിനൈൽ ക്ലോറൈഡ് ആണ് നമ്മളിപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേബിൾ. നമ്മൾ വീട്ടിലും PVC കേബിൾ അല്ലെങ്കിൽ PVC വയറിംഗ് ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ PVC ആണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദെൻ AAC കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അലുമിനിയം സ്ട്രാൻഡ്സ് കണ്ടക്ടർ. ഓൾ അലുമിനിയം കണ്ടക്ടർ എന്ന് പറയുന്നതാണ് ഈ AAC കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ വരുന്നത് ACSR കണ്ടക്ടറാണ്. ACSR കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനിമൽസിൻ്റെ നെയിം കൊണ്ട് നമ്മൾ കോഡ് വേർഡ് കൊടുക്കുന്നത് ഈ ACSR കണ്ടക്ടേഴ്സിനാണ്. നമുക്കിനി എന്തെന്ന് നോക്കാം. സ്ക്വയറൽ ഈസ് ദ കോഡ് നെയിം ഫോർ ദ സ്ട്രാൻഡ് സൈസ് ഓഫ് ACSR. ACSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ reinforced. Okay, reinforced conductor. ACSR conductors are widely used for overhead power transmission and distribution lines because they have a high tensile strength. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്, അതിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈ ടെൻസിൽ സ്ട്രെങ്ത് ആയിരിക്കും. അതേപോലെ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡ്യൂ ടു ദ അലുമിനിയം സ്ട്രാൻഡ്സ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതൽ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ദെൻ എബിലിറ്റി ടു സ്പാൻ ലോങ് ഡിസ്റ്റൻസ്. വലിയ ദൂരത്ത് നല്ല ഡിസ്റ്റൻസിലുള്ളതിനൊക്കെ നമ്മൾ ACSR കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കുക, അനിമൽസിൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ അനിമൽസിൻ്റെ നെയിം തന്നിട്ട് ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഓർക്കുക ACSR കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ അനിമൽസിൻ്റെ കോഡ് വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർമറിംഗ് ഈസ് പ്രൊവൈഡ് ടു പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം. അതിന് മുന്നേ നമുക്ക് കേബിളിൻ്റെ ലെയേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതാണ് ഒരു കേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ ലെയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ കേബിൾ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടറാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം വയറിൻ്റെ സ്ട്രാൻഡിനെയാണ് നമ്മൾ ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് ക്യാരി ചെയ്യുന്നത്. അതിൻ്റെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസുലേഷൻ ആണ്. പേപ്പറോ പ്ലാസ്റ്റിക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻസുലേഷൻ പ്രിവെൻറ്റ് ദ ലീക്കേജ് കറണ്ട്. ഈ കണ്ടക്ടറിൽ നിന്ന് ഉണ്ടാവുന്ന ലീക്കേജ് കറണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതായത് അത് തടയാൻ വേണ്ടിയിട്ട്, നമുക്ക് ഷോക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസുലേഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതിന് ചുറ്റുമായിട്ട് ഒരു ലെഡ് ഷീറ്റിൻ്റെ പ്രൊട്ടക്ഷനും കൂടി കൊടുക്കും. ഇവിടെ നമ്മൾ വയർ ടൈപ്പ് അനുസരിച്ചിട്ടിരിക്കും നമ്മളിവിടെ ലെഡ് ഷീത്താണോ ഏത് ഇതാണോ കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേബിൾ അല്ലെങ്കിൽ വയറിനനുസരിച്ചിട്ട് ഇരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ബെഡിങ്, പ്രൊട്ടക്ട് ദ ഇൻസുലേഷൻ ആൻഡ് സപ്പോർട്ട് ആർമർ. നമ്മുടെ ഈ ഇൻസുലേഷനെയും ഇവിടെ കൊടുത്തിരിക്കുന്ന ആർമറിങ്ങിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബെഡിങ് കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ആർമറിങ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറി. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കണേ. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറി ചോദിക്കാറുണ്ട്. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ആർമറിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആർമറിങ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നിട്ട് രക്ഷിക്കാൻ, അതായത് വയേഴ്സിന് അല്ലെങ്കിൽ കേബിൾസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമറിങ് യൂസ് ചെയ്യുന്നത്. ദെൻ ഔട്ടർ ഷീത്ത്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മോയ്സ്ചർ, കെമിക്കൽസ് ആൻഡ് വെതർ. ഓക്കെ, ഇവിടെ നമ്മൾ ഔട്ടർ ഷീത്ത് അല്ലെങ്കിൽ നമുക്ക് സെർവിങ് എന്നും പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ ഔട്ടർ ഷീത്താണ് നമ്മുടെ എന്തിനൊക്കെ മോയ്സ്ചർ, കെമിക്കൽ ആൻഡ് വെതറിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത്. ഈ ലാസ്റ്റത്തെ ഔട്ടർ ഷീത്താണ്. അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം സെർവിങ് എന്നും പറയാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആർമറിംഗ് ഈസ് പ്രൊവൈഡ് ടു പ്രൊട്ടക്ട് എ കേബിൾ ഫ്രം. ആർമറിംഗ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേക്കാം. ആൻസർ വരുന്നത് മെക്കാനിക്കൽ ഇഞ്ചുറി. ആർമറിംഗ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ മെയ്ഡ് ബൈ സ്റ്റീൽ വയർ, സ്റ്റീൽ സ്ട്രിപ്പ് ഓർ അലുമിനിയം വയർ പ്രൊവൈഡ് ഓവർ ദ കേബിൾ. ഇറ്റ്സ് മെയിൻ പർപ്പസ് ഈസ് ടു പ്രൊട്ടക്ട് ദ കേബിൾ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഡാമേജ് ഡ്യൂറിംഗ് ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസ്, എസ്പെഷ്യലി ഇൻ അണ്ടർഗ്രൗണ്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ ടൈമിലോ എന്തെങ്കിലും, അപ്പോഴാണ് നമ്മൾ കൂടുതലും വയേഴ്സിന് അല്ലെങ്കിൽ കേബിൾസിന് ഡാമേജ് വരുന്നത്. ആ ഒരു ടൈമിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആർമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കുന്നത്. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനും അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് നമ്മൾ കേബിൾസ്, ആർമറിംഗും ഉള്ള കേബിൾസൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ആർമറിംഗ് ഈസ് പ്രൊവൈഡ് ടു പ്രൊട്ടക്ട് കേബിൾ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് എ സ്റ്റീൽ വയർ ഇൻ ആൻ ACSR കണ്ടക്ടർ ഈസ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. To prevent corona, to take care of surges and to provide additional mechanical strength, to reduce inductance and hence improve power factor. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ വയർ ACSR കണ്ടക്ടറിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അഡീഷണൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ട്, ഓർത്ത് വെച്ചേക്കണേ, അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇനി ആൻ ACSR അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ ഇൻഫോഴ്സ്ഡ്, ആ ഫുൾ ഫോം എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കണേ. കണ്ടക്ടർ ഹാസ് സ്റ്റീൽ കോർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഹൈ ടെൻസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെൻസിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റീൽ കോർ യൂസ് ചെയ്യുന്നത്. ദെൻ അലുമിനിയം സ്ട്രാൻഡ്സ് ക്യാരി ദ ഇലക്ട്രിക്കൽ കറണ്ട്. എന്തിനാണ് ഇലക്ട്രിക്കൽ കറണ്ട്? കാരണം കറണ്ട് പാസ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് കോപ്പറും അലുമിനിയം. അതിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അലുമിനിയം സ്ട്രാൻഡ്സ് ആണ്. ദ സ്റ്റീൽ കോർ എനേബിൾ ദ കണ്ടക്ടർ ടു വിത്ത്സ്റ്റാൻഡ് ലോങ് സ്പാൻസ് ആൻഡ് ഹെവി മെക്കാനിക്കൽ ലോഡ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റ് 2 ഓപ്ഷൻസ്, ഈ കൊറോണയും നമുക്ക് കെയർ ഓഫ് സർജൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ടു പ്രിവെൻറ്റ് കൊറോണ നമ്മൾ യൂസ് ചെയ്യുന്നത്, കൊറോണ ഈസ് റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിങ് കണ്ടക്ടർ ഡയമീറ്റർ ഓർ യൂസിങ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ്. കൊറോണ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കൊറോണ ഈസ് റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിങ് കണ്ടക്ടർ ഡയമീറ്റർ ഓർ യൂസിങ് ബണ്ടിൽഡ് കണ്ടക്ടർ. ഇനി ടു ടേക്ക് കെയർ ഓഫ് സർജസ് എന്ന് പറഞ്ഞാൽ സർജസ് ആർ ഹാൻഡിൽഡ് ബൈ ലൈറ്റണിങ് അറസ്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരില്ല. ഈ കൊറോണ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഓപ്ഷൻ ഒന്ന് ഇവിടെ
കൊടുത്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എന്തിനാണ് സ്റ്റീൽ വയർ, ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റീൽ വയറിന് ACSR കണ്ടക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ സ്റ്റീൽ കോർ കാരണമാണ് അവിടെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അലുമിനിയം സ്ട്രാൻഡ്സ് ഉള്ളത് കൊണ്ടാണ് കേരി ദ ഇലക്ട്രിക് കറണ്ട് അവിടെ കേരി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. EHV cables are filled with thin oil under pressure. ഒരു EHV കേബിളിൽ എന്തിനാണ് നമ്മൾ ഹൈ പ്രഷറിൽ ഈ ഓയിൽ കംപ്രസ് ചെയ്ത് വെക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് മോയ്സ്ചർ, ടു സ്ട്രെങ്തൻ ദ കേബിൾ കണ്ടക്ടർ, ടു പ്രൊവൈഡ് ഇൻസുലേഷൻ, ടു അവോയ്ഡ് ഫോർമേഷൻ ഓഫ് വോയിഡ്സ്. ഇതിലേതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, ടു അവോയ്ഡ് ഫോർമേഷൻ ഓഫ് വോയിഡ്സ്. വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഗ്യാപ്സ്. ഈ എയർ ഗ്യാപ്സ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ഹൈ പ്രഷറിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ടു അവോയ്ഡ് ഫോർമേഷൻ ഓഫ് വോയിഡ്സ്. വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെല്ലാം എഴുതി വെച്ചേക്കുക, എയർ ഗ്യാപ്സ് ാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്, എയർ ഗ്യാപ്സ്. ഓക്കെ, ഇനി എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, EHVയുടെ ഫുൾ ഫോം ആണ്, അല്ലെങ്കിൽ EHV എന്താണെന്ന് ചോദിച്ചാൽ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഓയിൽ ഫിൽഡ് കേബിൾ. ഓയിൽ ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ പ്രഷർ ടു ഫിൽ എനി വോയിഡ്സ് ദാറ്റ് മേ ബി ഡെവലപ്ഡ് ഇൻ ദ ഇൻസുലേഷൻ. അതായത് ഇൻസുലേഷൻ നടക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും എയർ ഗ്യാപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ടു പ്രിവെൻറ്റ് എയർ പോക്കറ്റ്സ് വിച്ച് ക്യാൻ കോസ് പാർഷ്യൽ ഡിസ്ചാർജ് ആൻഡ് ഇൻസുലേഷൻ ഫെയിലിയർ. എന്തെങ്കിലും ഒരു ഫെയിലിയർ കാരണം അവിടെ എന്തെങ്കിലും ഒരു എയർ ഗ്യാപ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലി പ്രഷറിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ EHV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഹൈ വോൾട്ടേജ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്സ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The size of conductor used to power cables depends on. അതായത് ഒരു കേബിളിൻ്റെ, ഒരു പവർ കേബിളിൻ്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനാണോ, പവർ ഫാക്ടറിനെയാണോ, കറണ്ട് ടു ബി കേരിഡ് ആണോ, ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ യൂസ്ഡ് ആണോ? ഈ ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കാം. ദ സൈസ് ഓഫ് കണ്ടക്ടർ ഈസ് യൂസ്ഡ് ടു പവർ കേബിൾ ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് ടു ബി കേരിഡ്. ഒരു കറണ്ടിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും ഒരു എന്താണ് പവർ കേബിളിൽ നമ്മൾ കണ്ടക്ടർ, അതായത് സൈസ് ഓഫ് കണ്ടക്ടർ യൂസ്ഡ് ഇൻ പവർ കേബിൾ ഈ നമ്മുടെ കറണ്ട് കെയറിങ് അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ദ കണ്ടക്ടർ സൈസ്, അതായത് കണ്ടക്ടർ സൈസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്നും പറയാറുണ്ട്. സെക്ഷണൽ ഏരിയ ഈസ് സെലക്റ്റഡ് മെയിൻലി അക്കോർഡിംഗ് ടു ദ കറണ്ട് കെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ എംബാസിറ്റി. എ ലാർജ് കറണ്ട് റിക്വയർ എ ലാർജ് കണ്ടക്ടർ ടു പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ്. ഓക്കെ, അതായത് നമ്മുടെ വയറിൻ്റെ എത്രത്തോളം കറണ്ട് അതിൽ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വയറിൻ്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ, അതായത് വയേഴ്സ് അതിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് ടു ബി കേരിഡ്, എത്രത്തോളം കറണ്ട് അതിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും എന്നതിന് അനുസരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് കറണ്ട് ടു ബി ക്യാരിഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ സ്കീം ഈസ് നോർമലി യൂസ്ഡ് ഫോർ. അതായത് ഈ കരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ സ്കീം എന്തിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. HV കേബിളാണോ, HV ട്രാൻസ്മിഷൻ ആൻഡ് കേബിൾസിലാണോ, HV ട്രാൻസ്മിഷൻ ഓൺലി ആണോ, നൺ ഓഫ് ദി എബോവ് ആണ്? ആൻസർ വരുന്നത് HV ട്രാൻസ്മിഷൻ ഓൺലിയിലാണ്. കാരണം കരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ, അതായത് പവർ ലൈൻ കരിയർ കമ്മ്യൂണിക്കേഷൻ PLCC ഈസ് മെയിൻലി യൂസ്ഡ് ഹൈ വോൾട്ടേജ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ഫോർ ഫാസ്റ്റ് ഫോൾട്ട് ഡിറ്റക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സബ്സ്റ്റേഷൻസ്, റിലേ പ്രൊട്ടക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ PLCC എന്ന് പറയുന്ന അതാണ്, അതായത് നമ്മുടെ കരിയർ പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞതാണ് ഈ പവർ ലൈൻ കരിയർ കമ്മ്യൂണിക്കേഷൻ. PLCC മെയിൻലി യൂസ്ഡ് ഹൈ വോൾട്ടേജ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് നോർമലി യൂസ്ഡ് ഫോർ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ കേബിൾസ്
ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ ദ സെയിം വേ. അതായത് ഇതേ സെയിം വേയിൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല. സോ നമ്മൾ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസിനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് HV ട്രാൻസ്മിഷൻ ആയിരിക്കും. ഹൈ വോൾട്ടേജ് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലായിരിക്കും നമ്മൾ കൂടുതൽ കരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ സ്കീം യൂസ് ചെയ്യുന്നത്. മനസ്സിലായാലും അപ്പോൾ കരിയർ പ്രൊട്ടക്ഷൻ സ്കീം കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻസിൽ മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SWG മീൻസ് ഇത് നിങ്ങൾ കുറേ അടുത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. SWG മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അതായത് വയേഴ്സിൻ്റെ നമ്മുടെ ഡയമീറ്റർ അല്ലെങ്കിൽ വയേഴ്സിൻ്റെ അളവ് മെഷർ ചെയ്യാൻ നമ്മൾ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് SWG, സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഈസ് എ സ്റ്റാൻഡേർഡ് സിസ്റ്റം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ഡയമീറ്റർ ഓഫ് വയേഴ്സ് അല്ലെങ്കിൽ തിക്നെസ്സോ. ഒരു വയറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലിയർലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് SWG എന്ന് പറയുന്നത്. It is commonly used for electrical wire, metal wire and sheet thickness. In the SWG system, higher SWG number ആണെങ്കിൽ smaller wire diameter ആയിരിക്കും. ഓക്കെ, അതായത് SWGയുടെ നമ്പർ വലുതാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ലോവർ SWG നമ്പർ ആണെങ്കിൽ ലാർജർ ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ, 8 SWG എന്ന് പറയുന്നത് തിക്ക് വയർ ആയിരിക്കും. ഓക്കെ, കാരണം അവിടെ എന്താണ്, നമ്മുടെ SWGയുടെ വാല്യൂ കുറവാണ്, പക്ഷേ വയറിൻ്റെ ഡയമീറ്റർ എന്താണ്? കൂടുതലാണ്. ദെൻ 20 SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ വയർ ആയിരിക്കും, അത് ചെറിയ വയറായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ എന്താണ് സ്റ്റാൻഡേർഡ് സിസ്റ്റം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ഡയമീറ്റർ ഓഫ് വയേഴ്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് യൂസ് ചെയ്യുന്നത് ഡയമീറ്റർ, വയേഴ്സിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The area of a cross section of the conductor in a പവർ കേബിൾ ഡിപ്പെൻസ് ഓൺ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു 5 മിനിറ്റ് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഏതായിരിക്കും? ദ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ എ പവർ കേബിൾ ഡിപ്പെൻസ് ഓൺ. ഓക്കെ, ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസാണ് പറയുന്നത്. കേബിളിൻ്റെ സൈസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് ടു ബി കേരിഡ് ആയിരിക്കും. ഓക്കെ, രണ്ട് രീതിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ചോദിക്കാം, ക്രോസ് സെക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് കറണ്ട് ടു ബി കേരിഡ് ആയിരിക്കും. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഈസ് സെലക്ടഡ് മെയിൻലി ബേസ്ഡ് ഓൺ ദ കറണ്ട് ഹാസ് ടു ക്യാരി സേഫ്ലി. ഓക്കെ, ഹയർ കറണ്ട് ആണെങ്കിൽ ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും, ലോവർ കറണ്ട് ആണെങ്കിൽ സ്മാൾ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും. ഓക്കെ, എ ലാർജ് കണ്ടക്ടർ റെഡ്യൂസ് ഹീറ്റിംഗ്, വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് പവർ ലോസ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ഇതൊന്ന് നോക്കിക്ക്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടക്ടർ സൈസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? കറണ്ടിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻസുലേഷൻ തിക്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജിനെ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണേ, ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കണ്ടക്ടറിൻ്റെ സൈസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കറണ്ടിനെയാണ്. ഇൻസുലേഷൻ തിക്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജിനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ 12th ക്വസ്റ്റ്യൻ വന്നിട്ട് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ കേബിൾസ് ഈസ്. ഓക്കെ, റബ്ബർ. അതായത് ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ കേബിൾസിൽ കൂടുതലും യൂസ് ചെയ്യുന്നതെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓപ്ഷൻസ് റബ്ബർ, PVC, കോട്ടൺ, പേപ്പർ. നമ്മൾ കൂടുതലും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ വയറിനൊക്കെ യൂസ് ചെയ്യുന്നത് PVC ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇൻസുലേഷൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. PVC is the most commonly used insulating material for electrical cable because it has a excellent electrical insulation property. അതിൽ നല്ലൊരു ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമുക്ക് ഷോക്കൊക്കെ പെട്ടെന്ന് ഏൽക്കാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് PVC എന്ന് പറയുന്നത്. ഗുഡ് റെസിസ്റ്റൻറ്റ് ടു മോയ്സ്ചർ, കെമിക്കൽസ് ആൻഡ് ഓയിൽസ്, ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടി, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോ കോസ്റ്റ് ആൻഡ് ലോങ് സർവീസ് ലൈഫ്.
അതിൻ്റെ എന്താണ് കോസ്റ്റ് കുറവാണ്, അതേപോലെ തന്നെ കുറേ സർവീസ് ലൈഫ് ഒരുപാടുണ്ട്. ദെൻ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ്, ഇൻഡസ്ട്രിയൽ കേബിൾസ് ആൻഡ് ഫ്ലെക്സിബിൾ കോഡ്സിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് വയറിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് PVC ആണ് അതിൻ്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണ്? PVC ആണ്, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. TRS കേബിൾ ഓൺ ബാറ്റേൺസ് ആർ സ്യൂട്ടബിൾ ഫോർ, ഇല്ല ലോ വോൾട്ടേജിലാണോ, ഹൈ വോൾട്ടേജിലാണോ, മീഡിയം വോൾട്ടേജിലാണോ, എക്സ്ട്രാ ഹൈ വോൾട്ടേജിലാണോ ഈ TRS കേബിൾ സ്യൂട്ടബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് ലോ വോൾട്ടേജിലായിരിക്കും. ലോ വോൾട്ടേജ് പർപ്പസിനായിരിക്കും TRS കേബിൾസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. TRSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടഫ് റബ്ബർ ഷീറ്റഡ് കേബിൾസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ലോ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻ, ടിപ്പിക്കലി അപ് ടു 650 മുതൽ അതേപോലെ 1100 വോൾട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാം. ദേ ആർ കോമൺലി യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ്, സ്മോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആൻഡ് വർക്ക്ഷോപ്സ്, ഫാക്ടറീസിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? TRS കേബിളാണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ മീഡിയം ഓർ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ബിക്കോസ് റബ്ബർ ഇൻസുലേഷൻ കനോട്ട് വിത്ത്സ്റ്റാൻഡ് ദോസ് വോൾട്ടേജ്. കാരണം ടഫ് റബ്ബർ ഷീറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഇൻസുലേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇൻസുലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ റബ്ബറാണ്. ഈ റബ്ബർ എന്ന് പറയുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റത്തില്ല? ഈ മീഡിയം അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? ലോ വോൾട്ടേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TRS നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. നമ്മുടെ ഡൊമസ്റ്റിക് വയറിങ്ങിനും സ്മോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലൊക്കെ നമ്മൾ എന്ത് കേബിൾസാണ് യൂസ് ചെയ്യാറ്? TRS കേബിളാണ് യൂസ് ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വയർ ഗേജ് ഈസ് യൂസ്ഡ് ടു മെഷർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡയമീറ്റർ ഓഫ് എ തിക്നെസ്, ഡയമീറ്റർ ഓഫ് എ വയർ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് എ വയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയർ ഗേജ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് യൂസ് ചെയ്യുന്നത്, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡയമീറ്റർ ഓഫ് ദ വയർ. എ വയർ ഗേജ് ഈസ് എ മെഷറിംഗ് ടൂൾ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡയമീറ്റർ ഓർ തിക്നെസ് ഓഫ് എ വയർ. ഇറ്റ് ഹാസ് എ സ്ലോട്ട്സ് ഓർ നോച്ച് ഓഫ് എ ഡിഫറെൻറ്റ് സ്റ്റാൻഡ് സൈസ്. ഇതൊരു റൗണ്ടിലിരിക്കുന്ന ഒരു സാധനമാണ് വയർ ഗേജ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ നോച്ചസ് ഉണ്ട്, ചെറുതു മുതൽ വലിയ വലിയ റൗണ്ട്സ് ഉണ്ട്. ഇതിൽ വെച്ചിട്ട് നമ്മൾ വയേഴ്സ് കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വയേഴ്സിൻ്റെ ഡയമീറ്റേഴ്സ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ വയർ ഗേജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് എ വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയർ ഗേജ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇവിടെ നമ്മൾ വേറെ 2-3 ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. വയർ ഗേജ് അല്ലെങ്കിൽ SWG ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർ വയർ ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് ആണ്. വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടെ ഉണ്ട്. ക്യാൻ ഓൾസോ മെഷർ വയർ ഡയമീറ്റർ ആക്യുറേറ്റ്ലി. നമ്മൾ ഔട്ടർ ലെയറിൻ്റെ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർനിയർ കാലിപ്പർ അല്ലെങ്കിൽ മൈക്രോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ മൾട്ടിമീറ്റർ മെഷർ ദ വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ വെർനിയർ കാലിപ്പർ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതും നമ്മൾ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, വയേഴ്സിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ 15th ക്വസ്റ്റ്യൻ വരുന്നത് അക്കോർഡിംഗ് ടു ദ ന്യൂ BIS standard conductor size is expressed in SWG only inches, square millimeters, centimeters. അതായത് BIC പുതിയതായിട്ട് വന്ന BIS സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ കണ്ടക്ടറിൻ്റെ സൈസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ മില്ലിമീറ്ററിലായിരിക്കും. ഓക്കെ, മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മില്ലിമീറ്റേഴ്സിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, modern BIS standards specify conductor size in millimeter square, although SWG still seen in the older system. SWG സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തത് എന്തിനാണ്? മുൻപുള്ള കാലത്തിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോഴത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്ക്വയർ മില്ലിമീറ്റേഴ്സ് അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ള ടേമിലാണ് കണ്ടക്ടറിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കേബിൾ മാർക്കിംഗ് 7/1.17 ദ നമ്പർ 7 ഇൻഡിക്കേറ്റ്സ്. നേരത്തെ കൂടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. 7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആയിരിക്കും. ഈ 1.40 എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഡയമീറ്റർ ഓഫ് ഈച്ച് സ്ട്രാൻഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്
In 7 bar 1.74, 7 represent the number of strands and 1.40 millimeter is the diameter of each strand. ഓരോ സ്ട്രാൻഡിൻ്റെയും ഡയമീറ്ററിനെയാണ് നമ്മൾ ഈ 1.40 എന്ന് പറയുന്നത്. അപ്പോൾ 7 സ്ട്രാൻഡുള്ള ഒരു വയർ അല്ലെങ്കിൽ ഒരു കേബിളിൽ അതിൻ്റെ ഓരോ സ്ട്രാൻഡിൻ്റെയും ഡയമീറ്റർ എത്രയായിരിക്കും? 1.40 ആയിരിക്കും. അടുത്ത് വിച്ച് കേബിൾ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പോർട്ടബിൾ അപ്ലയൻസസ്. പോർട്ടബിൾ അപ്ലയൻസിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ കേബിൾ ആയിരിക്കും. കാരണം ഫ്ലെക്സിബിൾ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് രീതിയിൽ വേണോ മടക്കാം, തിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ പോർട്ടബിൾ അപ്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ ഫ്ലെക്സിബിൾ കേബിളാണ്. ഫ്ലെക്സിബിൾ കേബിൾസ് ഹാവ് എ ഫൈൻ സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് റിപ്പീറ്റഡ് ബെൻഡിങ്. നമുക്ക് കൂടുതലായിട്ട് മടക്കാനും തിരിക്കാനും പറ്റും. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോർട്ടബിൾ അപ്ലയൻസിൽ ഫ്ലെക്സിബിൾ കേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് അമീറ്റർ, വോൾട്ട്മീറ്റർ, മെഗർ, അതേപോലെ മൾട്ടിമീറ്റർ. മെഗർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എ മെഗർ measure the insulation resistance of cables and electrical equipments. ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സിലൊക്കെയുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? മെഗർ ആണ്. അതേപോലെ തന്നെ വയറിൻ്റെ ഡയമീറ്റർ തിക്നെസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? SWG, അതായത് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഓക്കെ, യൂസ് ചെയ്യുന്ന BIS സ്റ്റാൻഡേർഡ് പ്രകാരം യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് എന്താണ്? മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതേപോലെ മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മെഗർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SLP സ്റ്റാൻഡ്സ് ഫോർ, നമ്മളിത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. SLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ എന്ന് പറയുന്നതാണ്. SLP ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ. SLP ഈസ് എ ഹൈ ക്വാളിറ്റി ഇൻസുലേഷൻ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പവർ കേബിൾസ്. പവർ കേബിൾസിൽ ഹൈ ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം SLP എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്, ഈ നമ്മുടെ ഷോർട്ട് ഫോമും ഈ എഴുതിയിരിക്കുന്നതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. SLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ എന്നാണെന്ന് പെട്ടെന്നൊന്ന് ഓർമ്മ വരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എ കണ്ടക്ടർ ഇൻ ഡൊമസ്റ്റിക് വയറിംഗ്. ഒട്ടും ഡൗട്ട് വേണ്ട, കോപ്പറാണ് നമ്മൾ കൂടുതലും ഡൊമസ്റ്റിക് വയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻസർ വരുന്നത് കോപ്പർ ആയിരിക്കും. കോപ്പർ ഹാസ് എ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ലോ റെസിസ്റ്റൻസ്, ഗുഡ് മെക്കാനിക്കൽ strength and excellent corrosion resistance. Therefore it is a widely used for domestic wiring. അപ്പോൾ ഡൊമസ്റ്റിക് വയറിങ്ങിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? കോപ്പറാണ്. കോപ്പറിനെക്കാളും കണ്ടക്ടിവിറ്റി കൂടുതൽ നമുക്ക് അലുമിനിയത്തിനാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അലുമിനിയം യൂസ് ചെയ്യാത്തത്? അലുമിനിയത്തിന് നമ്മൾ കുറച്ചുകൂടെ എന്താണ്, അതിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ വലുതാണ്. ഇത് കോപ്പർ നല്ല ഗുഡ് കണ്ടക്ടറുമാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് വയറിങ്ങിന് കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? കോപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത SL ടൈപ്പ് കേബിൾ ആർ യൂസ്ഡ് അപ് ടു. ഏത് വരെയാണ് SL ടൈപ്പ്? നമ്മളിവിടെ SL, HSL എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ടൈപ്പ് ഓഫ് കേബിൾസ് അല്ലെങ്കിൽ വയേഴ്സ് ഉണ്ട്, കേബിൾസ് ഉണ്ട്. അതിൽ SL ടൈപ്പ് കേബിൾ ഏത് വരെയാണ് അതിൻ്റെ വോൾട്ടേജ് വരുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. 66 kV വരെ ആയിരിക്കും. SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ലെഡ് ഷീത്തഡ് കേബിൾ ഈസ് എ ടൈപ്പ് ഓഫ് സ്ക്രീൻഡ് കേബിൾ ഇൻ വിച്ച് ഈച്ച് ഇൻസുലേറ്റഡ് കണ്ടക്ടർ ഈസ് കവേർഡ് വിത്ത് എ സെപ്പറേറ്റ് ലെഡ് ഷീത്ത്. ഓരോ ലെയേഴ്സും സെപ്പറേറ്റ് ലെഡ് ഷീത്ത് കൊണ്ട് കവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ലെഡ് ഷീത്തഡ് വയർ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് കൺസ്ട്രക്ഷൻ ഇംപ്രൂവ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്, റെഡ്യൂസ് ദി ഡൈഇലക്ട്രിക് സ്ട്രെസ് ആൻഡ് പ്രൊവൈഡ്സ് ബെറ്റർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മോയ്സ്ചർ. ഓക്കെ, ഒരു നമ്മുടെ പ്രൊട്ടക്ഷൻ, മോയ്സ്ചറിൽ നിന്നൊക്കെ ബെറ്റർ പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ആൻസർ വരുന്നത് 66 kV എന്നുള്ളതായിരിക്കും. ദെൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് മോയ്സ്ചർ ഇൻ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ UG കേബിൾസിൽ നമ്മൾ എന്താണ് പ്രൊവൈഡ് ദ പ്രിവെൻറ്റ് എൻട്രി മോയ്സ്ചർ ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്? ആൻസർ വരുന്നത് ഔട്ടർ ഷീത്ത് അല്ലെങ്കിൽ ലെഡ് ഷീത്ത് ആയിരിക്കും.
നോക്കാം. ഔട്ടർ ഷീത്ത് ഓർ ലെഡ് ഷീത്ത് ആയിരിക്കും. ദ ഔട്ടർ ഷീത്ത് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് മോയ്സ്ചർ ഇൻ ടു അണ്ടർഗ്രൗണ്ട് കേബിൾസ്. അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ മോയ്സ്ചേഴ്സിൻ്റെ പ്രസൻസ് ഇല്ലാതാക്കുന്നത് നമ്മുടെ ഈ ഔട്ടർ ഷീത്ത് എന്ന് പറയുന്നതാണ്. ഈ ഔട്ടർ ഷീത്തിന് പകരം നമ്മൾ മെറ്റാലിക്കൽ ഷീത്ത് എന്ന് പറഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻസുലേഷൻ ഫ്രം വാട്ടർ, കെമിക്കൽസ് ആൻഡ് കൊറോഷൻ, ദെയർബൈ ഇൻക്രീസിങ് ദി ലൈഫ് ഓഫ് ദ കേബിൾ. ഇത് കാരണം ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം, നമുക്ക് നമ്മുടെ വാട്ടർ, കെമിക്കൽസ്, അതേപോലെ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പടിക്കത്തില്ല, അതിനാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. ദെയർബൈ ഇൻക്രീസ് ദി ലൈഫ് ഓഫ് കേബിൾ. ദെൻ ലെഡ് ഷീത്ത് ഓർ മെറ്റാലിക്കൽ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ദി മോയ്സ്ചർ എൻട്രി. അതേപോലെ ആർമറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് മെക്കാനിക്കൽ ഡാമേജ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ആർമറിങ്ങിൻ്റെ കാര്യം ഒന്ന് നന്നായിട്ട് തന്നെ നോക്കിക്കോണം, അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വയർ യൂസ്ഡ് ഫോർ സർവീസ് കണക്ഷൻ ഈസ്. ഏത് വയറാണ് നമ്മൾ സർവീസ് കണക്ഷന് യൂസ് ചെയ്യുന്നതെന്നാണ്. സർവീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ അതായത് മഴ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ. അപ്പോൾ വെതർ പ്രൂഫ് വയറായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് എന്തിൽ യൂസ് ചെയ്യുന്നത്, സർവീസ് കണക്ഷന് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. Weatherproof wire is used for service connection because it can withstand rain, sunlight, moisture and other outdoor weather conditions. ഈ റെയിന്, സൺലൈറ്റ്, മോയ്സ്ചർ ഇതേപോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് വെതർ പ്രൂഫ് വയർ. ഇറ്റ് ഈസ് സേഫ് ആൻഡ് ഡ്യൂറബിൾ ഫോർ ഓവർ ഹെഡ് കണക്ഷൻസ് ബിറ്റ്വീൻ ദി പവർ ലൈൻ ആൻഡ് ദി കൺസ്യൂമേഴ്സ് ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവീസ് കണക്ഷന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, വെതർ പ്രൂഫ് വയേഴ്സ് ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ലെങ്കിൽ വയേഴ്സ് ആൻഡ് കേബിൾസിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് സെൻറ്റർ സിയിൽ അവൈലബിൾ ആണ്. അതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ സെൻറ്റർ സിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ എക്സാംസിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.